വാപ്പാൻ്റെ പുസ്തകം നേരത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ ടച്ചുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹത്തെ പിന്നെ അവിചാരിതമായിട്ടാണ് അദ്ദേഹം മലേഷ്യയിൽ ഉണ്ടാവുകയും ആ സമയത്ത് ഉണ്ടാവുകയും നേരിട്ട് കാണുകയും ചെയ്തു. നേരിട്ട് കണ്ടപ്പോൾ മകൻ എഴുതി തന്ന ഒരു കത്തുണ്ടായിരുന്നു. അന്ന് മകന് 14 വയസ്സായിരുന്നു, 20 കൊല്ലം മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇരിക്കുമോയെന്ന് ചോദിച്ചു. ഇരിക്കൂല, ഇയാൾ വിരിച്ചെടുത്ത് കിടക്കൂലെന്ന് തലശ്ശേരി പറയും. അപ്പോൾ അതുപോലെ ഇയാൾ പിടിച്ചെടുത്ത് നിൽക്കാതെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ പോവാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ ഒരു ലെറ്റർ ഉണ്ട് 14 വയസ്സുള്ള, നിങ്ങൾ നബിയെക്കുറിച്ച് എഴുതിയൊരു പുസ്തകം, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പിന്നെ ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുസ്തകം, നല്ല രസമുള്ളൊരു പുസ്തകമായിരുന്നു. അതും ഏകദേശം ആ പഴക്കമുള്ള പുസ്തകം. അപ്പോൾ അത് വായിച്ചിട്ട് മോൻ തന്നതാണ് നിങ്ങൾക്കുള്ള ലെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല കാണുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. അപ്പോൾ ഗിവ് മീ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല തരൂല, നിങ്ങൾ എൻ്റെ കൂടെ 5 മിനിറ്റ് ഇരുന്നാലേ ഈ കത്ത് തരുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇരുന്നു, ഇതേപോലെ ടേബിളിൽ ഇരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു പുസ്തകം നമ്മൾ മലയാളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ കോപ്പി അവിടെ അവൈലബിൾ ആയിരുന്നുകൊണ്ട് ഒന്ന് ഞാൻ വാങ്ങിയിരുന്നു, അത് മൂപ്പരെ മുമ്പിൽ വെച്ചു. മൂപ്പരപ്പം തന്നെ സീക്കിംഗ് ദ ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുആയിൽ എഴുതിയിട്ട് പിന്നെ ഇതിൻ്റെ കോപ്പിറൈറ്റിൻ്റെ ഫീ ഒക്കെ ഞാൻ തന്നെ കൊടുത്തോളാം, ഗ്രാൻഡ ബുക്സ് ആണ് ചെയ്തത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഗോ ഹെഡ്. പിന്നെ ആണ് പിന്നെ കേസിനോട് സംസാരിക്കുന്നതും സലീം സാഹിബിനോട് എങ്ങനെയാ പറയണ്ടേ, കേസിയോട് സംസാരിക്കുന്നതും ഈ പുസ്തകത്തിന്റെ പിന്നെ ഒരു പണിപ്പുരയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. നമ്മളെ പല സീരീസുകൾ നമ്മൾ ചെയ്യാറുണ്ട്, വെസ്റ്റ് ഏഷ്യൻ്റെ ചെയ്യാറുണ്ട്, തുർഫത്തുൽ മുജാഹിദീൻ നിന്ന് തുടങ്ങിയിട്ട് അതിക്കിയ വരെയുള്ള പുസ്തകങ്ങൾ, കേരളത്തിന്റെ ചരിത്രം, പിന്നെ വളരെ പഴയ ഡോക്യുമെന്റ്സിലൂടെ, അതായത് 1500കളിലുള്ള ഡോക്യുമെന്റ്സ്, ഏർലി ഡോക്യുമെന്റ്സിലൂടെ അത് പിന്നെ ക്രോണിക്കിൾ ചെയ്യാന്നുള്ളൊരു പരിപാടി ചെയ്യാറുണ്ട്. അതുപോലെ പകുതി തമാശയിലാണെങ്കിലും കുറെ കാര്യത്തിലും കൂടി ആയിട്ട് കുരുത്തക്കേടിന്റെ സീരീസ് നമ്മൾ പറയുന്നത്, ആ കുരുത്തക്കേട് തുടങ്ങുന്നത് ഇതിലാണ്, സ്വർഗം തേടിയിലാണ്. പിന്നീട് അത് ആമിനാമത്തൂതിലൂടെ വന്നു. പിന്നീട് നമ്മൾ ഇപ്പൊ ഞാൻ സെൽഫിയിലെത്തി നിൽക്കുക. അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വാസ്തവത്തിൽ അങ്ങനെ തന്നെ റിപ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ രാജശേഖരൻ ഒരിക്കൽ പറഞ്ഞു, പിന്നെ പാല് എൻ്റെ ക്രീം ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും, അപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാൽ അത് എല്ലായിടത്തും എത്തും ക്രീം എന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ഇളക്കുന്ന പുസ്തകങ്ങളാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ചിലപ്പോൾ ചില ആളുകൾക്ക് ഹേർട്ടാവും അത് വായിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ സെൽഫി വായിക്കുമ്പോഴും അത് സംഭവിക്കാം, പിന്നെ അല്ലെങ്കിൽ കെസിയാലിൻ്റെ ഇസ്ലാം ലൈംഗികത വായിക്കുമ്പോഴും അത് സംഭവിക്കാം. അപ്പോൾ അത് മാറി നിൽക്കുന്ന കാഴ്ചപ്പാടുകൾ ലോകത്ത് എങ്ങനെ വരുന്നു, അത് ഇവിടെയുള്ള സമൂഹത്തിൽ, സമുദായത്തിൽ, പിന്നെ ജനറൽ പബ്ലിക്കിൽ അത് അവതരിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അങ്ങനെ ചർച്ചകൾ ഉണ്ടാകുക തന്നെയാണ് ഉദ്ദേശം. ഞാൻ 10 മിനിറ്റ് എടുത്ത്, സോറി, സാധാരണ 5 മിനിറ്റാണ് എൻ്റെ സമയം. ഇന്ന് പിന്നെ ഇനി കുഞ്ഞാമുക്ക നിങ്ങളോട് ഇതിൻ്റെ വായനാനുഭവവും സംഗതികളും ഈ 4ാമത്തെ എഡിഷൻ, ഞങ്ങൾ 4ാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ പിന്നെ ആരെയാണ് പോപ്പുലർ ആക്കിയെന്നുള്ളത് സംശയമാണ്. ഞങ്ങൾ കേസിനെ പോപ്പുലർ ആക്കിയതാണോ, കേസി അതർ ബുക്സിനെ പോപ്പുലർ ആക്കിയതാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും 4ാമത്തെ എഡിഷൻ ഇറക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. വളരെ പോപ്പുലർ ആയിരുന്നു. എൻ്റെ വളരെ പേഴ്സണലായ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. വാപ്പ പുസ്തകങ്ങൾ ധാരാളം വായിക്കുമായിരുന്നു. കഴിഞ്ഞ മാസമാണ് വാപ്പ ഒരു 1.5 മാസമായി വാപ്പാൻ്റെ മരണം കഴിഞ്ഞു. അപ്പോൾ ധാരാളം വായിക്കുന്ന ഒരാളായിരുന്നു വാപ്പ. വാപ്പ ഒരു ജമാഅത്ത് ഇസ്ലാംകാരനാണ്. വാപ്പ ഇപ്പോൾ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളിലേക്ക് പതുക്കെ ചുരുങ്ങിപ്പോയി എന്നൊരു കംപ്ലൈൻറ്റ് എനിക്കുണ്ടായിരുന്നു. മുമ്പ് പെരിമേസന്റെ നോവലുകളും മറ്റും വായിച്ചോടുന്ന വാപ്പ പിന്നെ IPHന്റെ പുസ്തകങ്ങളിലേക്ക് ചുരുങ്ങിയോന്ന് സംശയം ഉണ്ടാകുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ പിന്നെ അസദിന്റെ ഖുർആൻ ട്രാൻസ്ലേഷനായിട്ട് ചെല്ലുന്നത്. IPHന്റെ തന്നെ അസദിന്റെ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ വളർന്നത്, 10ാം ക്ലാസ്സിൽ മക്കയിലേക്കുള്ള പാതയൊക്കെ വായിച്ചിട്ട്. അപ്പോൾ ഉപ്പ ഇത് വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എടോ ഏതോ ഒരു പുതിയ പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അത് അത്ര ഒരു ശരിയില്ല എന്ന് കേട്ടല്ലോ എന്ന്. രാവിലെ ഒരു 5 മണി ഫജറിന് എണീച്ചിട്ട് ഇത് ഖുർആൻ വായിക്കലായിരുന്നു മൂപ്പരെ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ബാപ്പാനോട് ഞാൻ പാർട്ടിപരമായ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാറില്ല. ബാപ്പാൻ്റെ അഭിപ്രായം ബാപ്പാക്കുൻ്റെ അഭിപ്രായം എന്താ എനിക്കെന്നുള്ള നിലയ്ക്ക് വളരെ ബഹുമാനത്തോടെ നിൽക്കാനാണ് മൂപ്പരെന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ഈ പുസ്തകം ബാപ്പാക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ 4 ദിവസങ്ങളിൽ തുടർച്ചയായി ഇത് വായിക്കുകയും ഇത് കംപ്ലീറ്റ് തീർക്കുകയും ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇത് നല്ല പുസ്തകമാണല്ലോ. അപ്പോൾ എനിക്ക് സമാധാനമായി, ഈ വീട്ടിൽ നിന്നും ചീത്തയാക്കേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരാശ്വാസത്തിൽ കഴിയാണ്. അങ്ങനെ ഒരു പേഴ്സണലായ ഒരു സന്തോഷവും സങ്കടമൊക്കെ കൂടി ഉള്ള ഒരു മൊമെൻ്റാണ്. അപ്പം അതിനും കൂടി ഒന്ന് ഓർമ്മിച്ച് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് മൈക്ക് കൈമാറുകയാണ്. മൈക്കില്ല അല്ലേ? മൈക്ക് അതാണ് അല്ല, കൈമാറാനില്ല. ഞാൻ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഔസാഫ് എന്നോട് ഈ പുസ്തകത്തിനെ പറ്റി, സലീം ഉണ്ടാവും,
നിങ്ങൾ സംസാരിക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ സമ്മതമൊക്കെ കൊടുത്തു. പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ തിരക്കിൽ പുസ്തകം ഒന്നും കൂടി നോക്കാൻ പറ്റിയിട്ടില്ല. അത് സ്വർഗം തേടിയാലോ മറ്റേ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസാണ് ഞാൻ ആദ്യം വായിച്ചത്. ഇത് അങ്ങനെ വായിച്ചിട്ടുമില്ല, പിന്നെ ഇങ്ങനെ നോക്കിയിട്ടല്ല മറ്റേത് ആദ്യം വായിച്ചത് കൊണ്ട്. അപ്പോൾ രണ്ടാമതൊന്ന്, അപ്പോൾ അതുകൊണ്ട് ഓർമ്മയിൽ നിന്ന് ഈ എന്തെങ്കിലുമൊക്കെ പറയാമെന്നുള്ളതായിരിക്കും. അത് ഇൻട്രൊഡക്ഷൻ എന്നാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ബാക്കി പറഞ്ഞോളണമെന്നില്ല. അപ്പം ഈ സർദാറിനെ പരിചയപ്പെടുന്നത് ഞാനും സർദാറും ഒരു വയസ്സാണ്. ഒരു വയസ്സെന്ന് പറഞ്ഞാൽ എന്നെക്കാളും കുറച്ച് മൂക്കും. ഞാൻ 52-ലാണ് ജനിച്ചത്, അദ്ദേഹം 51 ഒക്ടോബർ 31-നാണ് ജനിച്ചത്. പിന്നെ ഈ നമ്മൾ രണ്ടുപേരും ഏതാണ്ട് ഒരു സന്ദേഹത്തിലൂടെ കടന്ന് പോയ ആളുകളാണ്. അങ്ങനെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചവരുമാണല്ലോ. ഇപ്പോൾ ഒരു ഇറാൻ വിപ്ലവം, പിന്നെ സൽമാൻ റഷ്ദി, താലിബാൻ, അങ്ങനെ സോവിയറ്റ് അധിനിവേശം, അമേരിക്കയുടെ, അങ്ങനെ ഇസ്ലാമുമായിട്ടോ അല്ലെങ്കിൽ ലോകാവസ്ഥയുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന അവസ്ഥകളിലൂടെയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും വളരെ ഒരു നല്ല ഡിവോട്ട് മുസ്ലിമും ആവുക, അതേ സമയത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തതായതുകൊണ്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ എപ്പോഴും സിയാവുദ്ദീൻ സർദാറുമായിട്ടുണ്ട്. അദ്ദേഹം വളരെ വലിയ ആൾ, നമ്മൾ വളരെ താഴെയുള്ള ആൾ. ഇൻക്വയറി മാസികയിലൂടെയാണ് ആദ്യമായിട്ട് സർദാറിനെ വായിച്ച് തുടങ്ങിയതും മനസ്സിലാക്കി തുടങ്ങിയതും. പിന്നെ കുറേ എസ്സേയ്സ് ഒക്കെ വായിച്ചു. പിന്നെ ഈ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, മെക്ക, ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ വളരെ മറ്റ് ഏതോന്ന് റീഡിങ് ഓഫ് ഖുർആൻ, അങ്ങനെ മറ്റേ പിന്നെ സഫ് പറഞ്ഞ മുഹമ്മദ്, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടുള്ള. 60-ലധികം പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെ പിന്നെ TV, പിന്നെ BBC കമൻറ്റേറ്റർ, സിനിമ, അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. പോളിമാത്ത് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻസ് പോളിമാത്ത് നെറ്റാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യത്തിലും. പിന്നെ എനിക്ക് ഏറ്റവും ഈ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിക്കാൻ ഏറ്റവും ഈ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അതിലുള്ള നർമ്മബോധം, ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ, വളരെ ഫണ്ണിയായൊരു പുസ്തകം. പിന്നെ ഭാഷയുടെ ആ കാൻഡിഡ് ആയിട്ടുള്ള ആ ഭംഗി, അത് രണ്ടും കൊണ്ട് ഉസ്താദ് പറഞ്ഞല്ലോ ഇവിടെ പിന്നെ 4 ദിവസം കൊണ്ട് വായിച്ച് തീർത്തുനിന്ന്. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വായിച്ച് തീർന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ്. അതിപ്പോൾ മക്ക വായിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുസ്തകം ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലുള്ള ആ ഒരു എഴുത്താണ്. ഇപ്പോൾ ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ഈ മതപരമായ കാര്യങ്ങളൊന്നും സാധാരണ അങ്ങനെ ഇപ്പോൾ ഹ്യൂമറസ് ആയിട്ട് നമ്മൾ തീരെ, പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിലാവുമ്പോൾ അതിൻ്റെ ഒരു അതിനൊന്ന് ഹ്യൂമറസ് ആയിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നതിന് നമ്മൾ പൊറുപ്പിക്കില്ല എപ്പോഴും. അത് ഒരു ശരിയല്ല എന്ന് ഉള്ള രീതിയിൽ. ഇപ്പോൾ അബ്ദുൽ ഒരു ലേഖനത്തിൽ ഒരു തബ്ലീഗുകാരനായ ഒരാളെ പറ്റി എഴുതി, അദ്ദേഹത്തിൻ്റെ താടി താഴോട്ട് നീളും തോറും മുണ്ട് മേലോട്ട് ഉയരുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതി. അപ്പോൾ അത് വളരെ രസകരമായൊരു ഒബ്സർവേഷൻ ആയിട്ട് എനിക്ക് തോന്നി. നല്ല രസമായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഈ പിന്നെ വേഷത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അബ്ദുള്ളയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള തർക്കത്തിൽ അബ്ദുള്ളയെ കുറ്റപ്പെടുത്താൻ ഒരു വളരെ ജമാഅത്തിൻ്റെ ഒരു ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആൾ എന്നോട് പറഞ്ഞത്, അങ്ങനെ എഴുതിയ ആളല്ലേ അയാൾ, നമ്മൾ ഇസ്ലാം മതത്തിനെ തമാശാക്കിയ ആളല്ലേ എന്നാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഹ്യൂമർ ആയിട്ട് നമുക്ക് തീരെ നമുക്ക്, അപ്പോൾ ഇയാൾ മറ്റേ നമ്മളെ സർദാർ എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ വളരെ ഹ്യൂമറിനോട് കൂടിയിട്ട് കടന്നിട്ടുള്ള ആ ഒബ്സർവേഷൻ എന്നാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അത് എൻ്റെ ഒരു കുഴപ്പം ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ ആ ടൈറ്റിൽ തന്നെയാണ് ഇപ്പോൾ സ്വർഗം തേടി എന്നുള്ളതിനേക്കാളും അതിലെ 3 കൺസെപ്റ്റ്: ഡെസ്പെറേഷൻ, സീക്കിംഗ്, പാരഡൈസ്. അതായത് ഹതാശമായി ഒരാൾക്ക് ഉണ്ടാകാവുന്ന, ഒരു അന്വേഷിക്കുണ്ടാകുന്ന ഡെസ്പെറേഷൻ, പിന്നെ അന്വേഷണം,
പാരഡൈസ് എന്ന് പറഞ്ഞത്, സ്വർഗമെന്ന് പറഞ്ഞത് ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കാലത്തും ഉള്ള ഒരു ഏറ്റവും ഉള്ള ഒരു മാക്സിമം ആയിട്ടുള്ള നമ്മുടെ ഒരു സങ്കല്പമാണ് സ്വർഗം കിട്ടുക എന്നുള്ള ഒരു ആശയം. നമുക്ക് എല്ലാ ആളുകൾക്കും സ്വർഗമെന്നോ മോക്ഷമെന്നോ എന്ത് പറഞ്ഞാലും ശരി, അതിൻ്റെ അന്വേഷണമാണ് നമ്മുടെ ജീവിതവും എല്ലാ അർത്ഥത്തിലും. ഈ ഭൂമിയിലെ സ്വർഗ്ഗമാണെങ്കിലും പരലോകത്തെ സ്വർഗ്ഗമാണെങ്കിലും ആ അന്വേഷണമുണ്ട്. അങ്ങനെ അത്ര എല്ലാ അന്വേഷണങ്ങളും വളരെ ഡെസ്പറേറ്റാണ് എന്നുള്ളതാണ് ഒരു ജീവിതാവസ്ഥ. അപ്പോൾ ഈ പേരിൽ തന്നെ വളരെ നമ്മളെ ഈ വായനയ്ക്കൊരു ഒരു മൂന്നാം തലം നിലനിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇത്. ഞാനിപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ഈ ആ അന്വേഷണത്തിൽ അദ്ദേഹം പല രീതിയിലുള്ള അന്വേഷണം. ഇപ്പോൾ അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ കൂടെ ഫോഴ്സിസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇസ്ലാം, പിന്നെ ഒരു സൂഫി മിസ്റ്റിക്കൽ ധാരയിലുള്ള അന്വേഷണം, കോന്യയിലൊക്കെ പോയി ഈ ദർവീഷുമാരുടെ കൂടെ അങ്ങനെ പല ജീവിതത്തിൻ്റെ പല തലങ്ങളിലുമുള്ള ഈ അന്വേഷണം. അപ്പോൾ എല്ലാ അന്വേഷണങ്ങളും അദ്ദേഹത്തിലുള്ള സന്ദേഹത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ആ സന്ദേഹത്തെ വർദ്ധിപ്പിക്കും. കാരണം ഈ സന്ദേഹം എന്ന് പറഞ്ഞത് തന്നെയാണ് ഏത് മതത്തിൻ്റെയും അടിത്തറ എന്നെനിക്ക് തോന്നാറുണ്ട്. ഒരു ഹദീസുണ്ട്, സംശയം ഈമാൻ്റെ ഭാഗമാണ് എന്ന്. അശക്കു മിനൽ ഈമാൻ എന്നിട്ടാണ് അതിൻ്റെ അറബി. സംശയം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഈ സംശയമില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉറപ്പാണെങ്കിൽ ഒരു മതമെന്ന് പറഞ്ഞ ഒന്നിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കാരശ്ശേരി ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരുമൊഴികൾ എന്നുള്ളതിനകത്ത് ഒരു ഹദീസ് പറയുന്നുണ്ട്. ആ ഹദീസ് പറയുന്നുണ്ട്, വിശ്വാസം വളരെ ഉറച്ച നബിയുടെ ഒരു വാചകമാണ്, ഒരു മരമാണ്. അവിശ്വാസത്തിൻ്റെ വലിയ കാറ്റ് വന്നാൽ ആ മരം കടപുഴകി വീഴും. പക്ഷേ ദുർബലമായ വിശ്വാസം ചെറിയ ചെടികൾ പോലെയാണ്. എല്ലാ കാറ്റിനെയും ഭേദിച്ചുകൊണ്ട് ആ ദുർബലമായ വിശ്വാസം നിലനിൽക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഹദീസിൽ. അപ്പോൾ ഈ സിയാവുദ്ദീൻ സർദാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ പരമമായ അവസ്ഥ ഈ സന്ദേഹം തന്നെയാണ്. ഈ സ്കെപ്റ്റിക്കലായതാണ് ആ സന്ദേഹത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന ആ ഒരു വിശ്വാസവും ഇതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പുസ്തകം അന്വേഷിക്കുമ്പോൾ അതേ ഓരോ തബ്ലീഗിൽ പോയിട്ടുള്ള അനുഭവം, പിന്നെ ആ ക്ലാസിക്കൽ ഇസ്ലാമിൻ്റെ ഏതൊരു സുഡാനീസ് പണ്ഡിതൻ്റെ അടുത്ത് പോകുന്നു, അങ്ങനെയൊക്കെയാണ് ഓർമ്മയിലുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു സന്ദേഹിക്ക് ആ സന്ദേഹത്തോടൊപ്പം തന്നെ ആ വിശ്വാസത്തിൻ്റെ ധാരയും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ള ആ ഒരു അന്വേഷണത്തിൻ്റെ പ്രശ്നം. പിന്നെ ഈ അന്വേഷണത്തിൻ്റെ പ്രശ്നം വരുമ്പം അദ്ദേഹത്തിൻ്റെ ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ ആ അന്വേഷണത്തിലുള്ളൊരു ആത്മാർത്ഥത വളരെ പ്രകടമാണ്. പലപ്പോൾ ഹജ്ജ് അയാൾ ഒരു കുതിരനെയായിട്ട് കഴുതയായിട്ട് പിന്നെ എവിടുന്നാണ് ജിദ്ദയിൽ നിന്നിട്ടോ മക്കയിലേക്ക് യാത്ര 5 കൊല്ലം അദ്ദേഹം അപ്പോൾ അങ്ങനെ അപ്പോൾ മതത്തിനെ ഇപ്പോൾ ഹജ്ജ് അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഹജ്ജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അറബികൾ പിന്നെ വേറൊന്നും അറേബ്യയിലെ ഓഫീസുകളൊക്കെ നിശ്ചലമാകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ എങ്ങനെ അപ്പോൾ നമ്മൾ ഒരു വളരെ ഹിലാരിയസ് ആയിട്ടുള്ള ആ രീതിയിൽ അദ്ദേഹം ഇതിനെ കാണുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ഭാഷ. ശരിക്കും സലീമിനെ തന്നെ ഇത് പിന്നെ സർദാറിൻ്റെ ഭാഷയുടെ ഭംഗിയായിരിക്കണം ഇത്രയും ഭംഗിയായിട്ട് മലയാളത്തിലേക്ക് ആക്കാൻ. ഈ രീതിയിലുള്ള ഒരു ഭാഷ, ആ രീതിയിലുള്ളൊരു ഒബ്സർവേഷൻ, അതൊക്കെയാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം. പിന്നെ കുറച്ചും കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം ഈ ആധുനികതയെ ശരിക്ക് നന്നായിട്ട് ഗാഢമായി തന്നെ വിമർശന വിധേയമാക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. മോഡേണിറ്റി എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആധുനികതയുടെ അർത്ഥം എന്താണ്
എന്നുള്ള ഒരു അന്വേഷണം ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ കാണാം. റീഡിങ് ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ വായിച്ചിടത്തോളം പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളിലൊക്കെ എങ്ങനെയാണ് മോഡേണിറ്റിയെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുള്ള എന്താണ് മോഡേണിറ്റി. ഇപ്പോൾ സംഗീതത്തെപ്പറ്റി അദ്ദേഹം എഴുതിയൊരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയണത് സംഗീതം ഇസ്ലാമിൽ പാടില്ല എന്നുള്ള ഒരു ആശയത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വരാൻ സാധ്യതയല്ല. അള്ളാഹു നമുക്ക് നൽകിയ ഒരു കഴിവാണ് സംഗീതം ആസ്വദിക്കുക എന്നുള്ളത്. നമ്മൾ ആ സംഗീതം ആസ്വദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹു നമുക്ക് നൽകി തന്ന ഒരു കഴിവിനെ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, അതിനെ നിരാകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അതായത് അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അദ്ദേഹം എല്ലാറ്റിനെയും ഒബ്സർവ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു ഇപ്പോൾ ആധുനികതയെ എങ്ങനെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആധുനികത. അപ്പോൾ വെസ്റ്റേൺ ആധുനികതയാണോ സെക്കുലറിസത്തിൻ്റെ ആധുനികതയാണോ എന്നുള്ളൊരാലോചന അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ഇസ്ലാമിൽ ദർ ഇസ് എൻ ഇസ്ലാമിക് സർട്ടനിറ്റി, ഇസ്ലാമിനൊരു നിശ്ചിതത്വമുണ്ട്. നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സാധനത്തിലൊരു നിശ്ചിതത്വമുണ്ട്. അതേപോലെ തന്നെ സെക്കുലറിസത്തിനും വെസ്റ്റേൺ കൾച്ചറിനും ഒരു സർട്ടനിറ്റി ഉണ്ട്. ഈ രണ്ട് സർട്ടനിറ്റിക്കും ഈ നിശ്ചിതത്വത്തിനും ഇടയിലുള്ള ഒരു അനിശ്ചിതത്വമോ അല്ലെങ്കിൽ സംശയമോ സന്ദേഹമോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വഴി എന്നുള്ള ഒരു സൂക്ഷ്മധാര ഈ ചിന്തയിലുടനീളം കാണാൻ കഴിയുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹ്യൂമെയിൻ ആവാൻ ഒരുപാട് വഴികളുണ്ട്, ദൈവികമാവാനുള്ള വഴിയാണ് എന്ന അർത്ഥത്തിൽ. അത് നമ്മുടെ ഈ ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിനും ഒരു അന്തർധാരയായിട്ട് ഈ മൾട്ടിപ്ലിസിറ്റിയുടെ ഒരു വശം, അത് സർവ്വമത സത്യവാദം എന്നാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരേ സമയത്ത് തന്നെ വളരെ ഭക്തനായ ഡിവോട്ടായ ഒരു മുസ്ലിമായിരിക്കുകയും അതേ സമയത്ത് തന്നെ ആ വിശ്വാസത്തെ തൻ്റെ സന്ദേഹങ്ങളിലൂടെ ഓരോ സന്ദേഹങ്ങളെയും പൂരിപ്പിച്ചുകൊണ്ടും ആ സന്ദേഹങ്ങളെ കൂടുതൽ വിശദമായി വ്യാഖ്യാനം ചെയ്തുകൊണ്ടും അവയെ പലതിനെയും നിരാകരിച്ചുകൊണ്ടും പലതിനെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ള ഒരു സംശയിക്കുന്ന ആളുകളുടെ ഒരു വിശ്വാസത്തിൻ്റെ ആ ദാർഢ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുസ്തകമാണ്. എല്ലാവരും അത് വായിച്ചാലായിരിക്കും ഇതിൻ്റെ അനുഭവം അറിഞ്ഞ ആളുകളുമായിരിക്കും. പക്ഷേ ഈ ആധുനിക ലോകത്ത് എങ്ങനെ ഒരു സമയത്ത് ഒരേ സമയത്ത് ഒരു ഭക്തനായ ഡിവോട്ട് മുസ്ലിമായും അതേ സമയത്ത് ആ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ തൻ്റെ സംശയത്തിൽ തൻ്റെ സന്ദേഹത്തിൽ ആ സന്ദേഹത്തിൽ നിന്ന് കെട്ടിപ്പടുത്ത ഒരു അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ പുസ്തകമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.